മസാല അവൽ ഇത് നമ്മുടെ കേരളക്കാരുടെ റെസിപ്പിയല്ലേ. ഉടുപ്പി മാംഗ്ലൂർ സൈഡിലുള്ള ആളുകളുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്നാക്സ് ആക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അവലൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പൊടിച്ച ശർക്കരയാണ്. അതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ശർക്കരയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. ഫുള്ളായിട്ടങ്ങ് മെൽറ്റായിട്ട് വരട്ടെ. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നല്ല ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണ്. ഇനി വേസ്റ്റൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ. ഇതുപോലെ ഒന്ന് ചൂടാക്കി ഒന്ന് മെൽറ്റാക്കി വന്നാൽ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ. ഇപ്പോൾ അത് ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ ഇങ്ങനെ യൂസ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചെരുവി എടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ടൈം ആ ശർക്കരയിലൊന്ന് കിടന്നിട്ട് ആ ഒരു തേങ്ങ ഒന്ന് കുക്കാവട്ടെ കേട്ടോ. കുറച്ച് ടൈം നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതിയേ. ഫ്ലെയിം ഒരു മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ടൈം ഇതുപോലെ ഒന്നങ്ങ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കളറും അതേപോലെ അധികം എരിവും ഉണ്ടാവില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂണ് മല്ലിയുടെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടെ കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ കുറച്ച് ടൈം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതായത് ഏകദേശം എല്ലാം കൂടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇതുപോലെ ഒന്ന് കുക്കായിട്ട് വന്നാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒന്ന് ഇതുപോലെ അങ്ങ് കുറിയിട്ട് വരണേ. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ചൊന്ന് താളിച്ചിട്ട് ഒഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെയ്യിന് പകരം നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം. അത് ഇട്ട് കൊടുത്ത് നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ടിട്ടൊന്ന് ഫസ്റ്റ് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടിയിട്ട് വരട്ടെ. കടുക് പൊട്ടി വന്നു എന്ന് കണ്ടാൽ 1 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് കേട്ടോ. ഉഴുന്ന് ബോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് നിലക്കടലല്ലേ നമ്മൾ വറുത്തിട്ടൊക്കെ കഴിക്കുന്ന ആ ഒരു കടലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്കിന്നൊക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണ്. അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതെല്ലാം കൂടെ ഒന്നങ്ങ് റോസ്റ്റായിട്ട് വന്നാൽ ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് റോസ്റ്റായിട്ട് വന്നാൽ ഇത്രയും മതി കേട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, മസാല കെട്ടിട്ടുള്ള, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമ്മളതിലേക്ക് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. നോർമലായിട്ടുള്ള അവലാണ്, ഞാൻ വറുത്തിട്ടൊന്നുമില്ല. നമ്മൾ പാക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് പാക്കറ്റിൽ കൊണ്ടുവരുന്ന അവലില്ല, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വാഷ് ചെയ്തെടുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് അങ്ങ് യൂസ് ചെയ്യാൻ കേട്ടോ. അത് നല്ല ക്ലീൻ ആയിട്ടുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങനെ ആകുമ്പോൾ ആ മസാലയൊക്കെ ആ ഒരു അവലിലൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മസാല ഒക്കെ അവലിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. അത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് ഈ ഒരു റെഡ് കളറും വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്യുമ്പോൾ കാണാനും നല്ല ലുക്ക് ഉണ്ടാവും. പക്ഷേ എരിവ് അധികം ഉണ്ടാവില്ല കേട്ടോ. എരിവിന് നമ്മൾ കുറഞ്ഞ അളവിൽ എരിവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതുപോലെ കഴിക്കാം ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ടൊക്കെ. ഇനി അവർ കഴിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പുമാവിൻ്റെ കൂടെ അതുപോലെ തന്നെ തൈരൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് ആ ഒരു അവലും എടുത്തിട്ടുണ്ട്, കുറച്ച് തൈരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത
തൈരാണ് എടുത്തിട്ടുള്ളത്. അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കി. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ, തൈരൊക്കെ ഒഴിച്ചിട്ടും കഴിക്കാൻ. അപ്പോൾ ഉപ്പുമാവിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഏത് രീതിയിലും നമുക്ക് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്നാക്സ് ആക്കിയിട്ട് അങ്ങനെ വെറുതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.